ഹലോ ഗൈസ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അടിപൊളിയായിട്ടുള്ള പെറ്റ്സിന്റെ സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്ന ആളാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിൽ വീഡിയോസ് ഇടാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ താഴെ കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറിൽ വീഡിയോസിന് ഡീറ്റെയിൽ അയക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്ന കാര്യം തന്നെയാണ്. എന്തായാലും നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ ലാൻഡ്സ്കേപ്പിലാണ് അയക്കാനായിട്ട്. അതോടൊപ്പം തന്നെ ആർക്കും അയച്ചു കൊടുക്കാത്ത വീഡിയോസ് അയക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ നിന്നൊരു ചെറിയൊരു വീഡിയോയിലോട്ട് ഇടാം. ആദ്യമായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് മിനി പോമാണ് വന്നിട്ടുള്ളത്. 2 വയസ്സുള്ള മിനി പോമാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 6500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. കൊല്ലം കരുനാഗപ്പള്ളിയാണ് ലൊക്കേഷൻ വരുന്നത്. കോട്ട് നമ്പർ 1 6500 രൂപയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കോഴിക്കുഞ്ഞുങ്ങളാണ് വന്നിട്ടുള്ളത്. 28 ദിവസം ഏജ് ആയിട്ടുള്ളതാണ്. ഒരു വാക്സിൻ എല്ലാം കംപ്ലീറ്റഡ് ആണ് കേട്ടോ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ്. കോഴിക്കോട് താമരശ്ശേരിയാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 2 കോഴിക്കോടാണ് കേട്ടോ ലൊക്കേഷൻ. താല്പര്യമുള്ളവർ ഉണ്ടാക്കിയ 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം പ്രാവുകളാണ്. ടോട്ടൽ 5 പീസ് പ്രാവുകൾ കൊടുക്കാനായിട്ടുണ്ട്. 5 പീസ് പ്രാവ് കൂടെ റേറ്റ് വരുന്നത് 900 രൂപയാണ് റേറ്റ് വരുന്നത്. തിരുവനന്തപുരത്താണ് ലൊക്കേഷൻ. തിരുവനന്തപുരത്ത് കാട്ടാക്കടയാണ് ലൊക്കേഷൻ വരുന്നത്. കോഡ് നമ്പർ 3 900 രൂപയാണ് 5 പീസിനും കൂടെ റേറ്റ് വരുന്നത്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ആരോണയാണ് വന്നിട്ടുള്ളത്. 33 സെൻറ്റിമീറ്ററുള്ള ആരോണ ഫിഷാണ് കൊടുക്കാനായിട്ടുള്ളത്. 3500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ്. കോഡ് നമ്പർ 4 കേട്ടോ. 3500 രൂപയാണ് റേറ്റ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുറച്ചധികം കോഴികളാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിൽ കോഴികളും കാണാനായിട്ട് സാധിക്കുന്ന നാടൻ കോഴികളാണ്. നമുക്കിതിൻ്റെ റേറ്റ് വരുന്നത് ഫീമെയിലിന് 600 രൂപയും മെയിലിന് 500 രൂപയാണ് പീസ് റേറ്റ് ആയിട്ട് റേറ്റ്. രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് അവർ തരുന്നതായിരിക്കും. പാലക്കാടാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് റാബിറ്റാണ് വന്നിട്ടുള്ളത്. 250 രൂപയാണ് ഈ സിംഗിൾ പീസ് റാബിറ്റിൻ്റെ റേറ്റ് വരുന്നത്. 4 മാസം ഏജ് ആയിട്ടുള്ള മെയിൽ റാബിറ്റാണ്. 250 രൂപയാണ്. പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 5 തന്നെയാണ് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കുണൂറാണ് കാണാനായിട്ട് സാധിക്കുന്നത്. 2500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 6 2500 രൂപയാണ് കേട്ടോ. നല്ല ആക്റ്റീവായിട്ടൊക്കെ നിൽക്കുന്ന ബേർഡാണ്. ബാക്കി ഡീറ്റെയിൽ ഒക്കെ അറിയാനായിട്ട് താല്പര്യമുള്ളവർ അതാത് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ ബ്രീഡേഴ്സ് പറഞ്ഞു തരുന്നതായിരിക്കും. നമ്പരെല്ലാം ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും കേട്ടോ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് അസീൽ കത്തിക്കാൽ കോഴിയാണ് വന്നിട്ടുള്ളത്. 4000 രൂപയാണ് ഇതിൻ്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ലൊക്കേഷൻ വരുന്നത് പാലക്കാടാണ്. കോഡ് നമ്പർ 7 കൊടുത്തേക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് 4000 രൂപയാണ് കേട്ടോ. വീഡിയോ ചെറിയ ഷേക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നിങ്ങൾ വീഡിയോ അയക്കുമ്പോൾ ഇതേപോലെ വീഡിയോ എടുത്ത് അയക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. ലാൻഡ്സ്കേപ്പിൽ അയക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇടാനായിട്ട് സാധിക്കുകയുള്ളൂ. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് ലവ് ബേഡ്സാണ് വന്നിട്ടുള്ളത്. ടോട്ടൽ 13 പീസ് ലവ് ബേഡ്സ് കൊടുക്കാനായിട്ടുണ്ട്. 13 പീസിനും കൂടെ ആയിട്ട് റേറ്റ് വരുന്ന 1300 രൂപയാണ് റേറ്റ്. പാലക്കാട് തന്നെയാണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 7 തന്നെയാണ്. അടുത്തായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് കാറ്റാണ് വന്നിട്ടുള്ളത്. മെയിലും ഫീമെയിൽ കാറ്റും നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമുക്ക് റേറ്റ് വരുന്നത് 2500 രൂപയും അതോടൊപ്പം 3500 രൂപയുടെ റേറ്റ് വരുന്നത്. എറണാകുളത്താണ് ലൊക്കേഷൻ. കോഡ് നമ്പർ 8
മെയിലും ഫീമെയിൽസും അവൈലബിൾ ആണ്. 50 അതോടൊപ്പം തന്നെ 60 ദിവസം ഏജ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ചെറിയൊരു വീഡിയോ ഇത്ര മാത്രമുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ നല്ല നല്ല കണ്ടൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോസൊക്കെ അയക്കുമ്പോൾ നല്ല കണ്ടൻസ് ഉള്ള നല്ല ഹേക്കിങ് ഇല്ലാതെയൊക്കെ വീഡിയോ എടുത്ത് അയക്കാനായിട്ട് ശ്രമിക്കാം. അതോടൊപ്പം തന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതിയാവും. ആരും കോൾ ചെയ്യരുത്. കോൾ ചെയ്താൽ കിട്ടാൻ ചാൻസ് കുറവാണ്. റിപ്ലൈ ഇടായിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ആയിട്ട് ഞാൻ തരുന്നതായിരിക്കും. എന്തായാലും നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി അടുത്തൊരു കിടിലം വീഡിയോ വരുന്നവരെ ഗുഡ് ബൈ.